ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വ്ളോഗർ. നമുക്കൊന്ന് ഡ്യൂട്ടി പൂത്തി കേക്ക് ഉണ്ടാക്കിയാലോ? ഞാനത്തെ ഡ്യൂട്ടി പൂത്തി കേക്ക് നമുക്ക് വീഡിയോ കൂടെ പോവാം. നമ്മൾ ഡ്യൂട്ടി പൂത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. 2 മുട്ട, ഡ്യൂട്ടി പൂത്തി കുറച്ച്, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പിന്നെ ഇതിന് പാക്കിംഗ് സോഡ 1 ടീസ്പൂൺ, 1.25 ടീസ്പൂണാണ്. പാക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. ഇതൊരു കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. പിന്നെ വേണ്ടത് വാനില എസൻസും പൈനാപ്പിൾ എസൻസും ആണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര മിക്സിയിൽ ചാറിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിത് അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ മാവ്. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ. നമ്മുടെ അരിപ്പിലേക്ക് നമ്മൾ മൈദ ഇട്ടു. ഇനി 1 ടീസ്പൂൺ പാക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കണേ. നമ്മൾ 1 ടീസ്പൂൺ തന്നെ പാക്കിംഗ് പൗഡർ വേണേ. പാക്കിംഗ് പൗഡറും മൈദ ഇട്ടു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പാക്കിംഗ് സോഡയാണ്. 1 കുഞ്ഞ് ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ പാക്കിംഗ് സോഡ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ് കേട്ടോ. അമൂലിൻ്റെ പാൽപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് 1 ടീസ്പൂൺ അമൂലിൻ്റെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് ഇത് മൂന്നും നമ്മൾ എല്ലാതും കൂടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. 3 തെങ്ങിൽ അരിക്കുന്നതാണ് നല്ലത്. പൊടികളൊക്കെ അരിച്ചെടുത്തു കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ വിട്ട് പോയതാണ് കേട്ടോ. പത്രത്തുണ്ട്. ഇതിലൊരു 50 ഗ്രാം പത്രമാണ് തിരിക്കുന്നത്. നമുക്കതൊന്ന് പീറ്റ് ഇട്ടുകൊണ്ടാണ് പീറ്റ് ചെയ്യണേ. വിസ്ക് പോയിട്ടും പീറ്റ് ചെയ്യാം കേട്ടോ. പത്രം നമ്മൾ പീറ്റിട്ടു. ഇനി പൊടിച്ച പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാരയും നെല്ലിയും കൂടി പീറ്റ് ചെയ്യാൻ പോകും കേട്ടോ. പഞ്ചസാര ഇട്ട് പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ പഞ്ചസാരയും പത്രം കൊടുത്ത് നന്നായിട്ട് പീറ്റ് ചെയ്ത് തോന്നിട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ 2 മുട്ട എടുത്ത് ചെയ്യുന്ന മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് 2 എണ്ണം. ഇനി ഉള്ളത് ഇതിലേക്ക് നമുക്ക് വാനില എസൻസും പൈനാപ്പിൾ എസൻസും കൂടി വെച്ച് കൊടുക്കും. നമ്മൾ പത്രം പഞ്ചസാരയും കൂടി നമ്മൾ പീറ്റ് ചെയ്തു. അതിലേക്ക് മുട്ട വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ വാനില എസൻസ് വെച്ച് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ പൈനാപ്പിൾ എസൻസ് വെച്ച് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പീറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മളിതാ പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്നുള്ള പൊടികളൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പൊടി മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ ഡ്യൂട്ടി ഫ്രൂട്ടിയും കിസ്മിസൊക്കെ നമുക്ക് എന്താ പറയുക ഒന്ന് കോട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ താഴെ ചെന്നെടുക്കും. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കിടക്കില്ല, മുകളിൽ തന്നെ വന്ന് ഇതാവും കേട്ടോ. സെറ്റാവും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. എന്നിട്ട് എല്ലാം കൊടുത്തിട്ടൊന്ന് പതുക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ബാക്കിയുള്ള പൊടികളും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പാല് ഒഴിക്കണം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓവൻ 150 ഡിഗ്രിയിൽ 10 സെക്കൻഡ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് തിന്നൊന്നും പറയും കേട്ടോ. ഇത് പേടിൻ്റെ ഒരു ബ്രെഡ് തിന്നാണ് ഞാൻ അർത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടോ. ഇനി ഇതൊന്ന് നന്നായി തട്ടി കൊടുക്കണം. അത് തട്ടി കൊടുക്കണേ ഞാൻ ചെയർ ബബിൾസ് പോകാനാണ് കേട്ടോ തട്ടി കൊടുക്കണേ. നമ്മളിപ്പോൾ ഇത് വെക്കുന്നത് ഓവനിലാണ്. ഓവൻ ഇല്ലാതെയും എങ്ങനെയാണ് കേക്കൊക്കെ തയ്യാറാക്കാനുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി അപ്ലോഡാണ് കേട്ടോ. അതൊന്ന് കണ്ടാൽ മതി. നമുക്കിത് ഓവനിൽ വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് ചൂട് മാറിയിട്ട് നമുക്ക് വിറ്റെടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇതാ ചൂടൊക്കെ അറിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ ഡിമോൾഡ് തന്നെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഞാൻ മുറിച്ച കഷ്ണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്ന് വെച്ചത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത്. വീടെടുക്കണം മുറിക്കണം ഞാൻ തന്നെയാണ്. ഒരു കൈ കൊണ്ട് വീടെടുക്കലും ഒരു കൈ കൊണ്ട് മുറിക്കാനൊക്കെ ചെയ്യണം. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കണ്ടു മുറിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഇത് അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം കൊടുത്താൽ ആദ്യം മറ്റേ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.